പേരൻസ് എല്ലാം ക്യൂവിലൊന്ന് മാറി നിൽക്കണം. ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, സാറോട് പറഞ്ഞ് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പേരൻസിന് പോകാൻ പറഞ്ഞിട്ട് പോയില്ലല്ലേ, ഞാൻ പേരൻ്റ് അല്ല, ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി നെട്ടി. 18 വയസ്സുകാരിയായ മകൾക്കൊപ്പം MBBS പഠിച്ച് ഡോക്ടറാവാൻ 54 വയസ്സുള്ള അച്ഛനും. തൃപ്പൂണിത്തുറ സ്വദേശിയായ ലഫ്റ്റനന്റ് കേണൽ R. മുരുകയ്യനാണ് മകൾ ശീതളിനൊപ്പം ആദ്യ അലോട്ട്മെന്റിൽ മെഡിക്കൽ പ്രവേശനം നേടിയത്. മകൾക്കൊപ്പമായിരുന്നു അച്ഛന്റെ നീറ്റ് പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ. അച്ഛനും മകളും തമ്മിലുള്ളത് 36 വയസ്സിന്റെ വ്യത്യാസമാണ്. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതും പഠിച്ചതും ഒരുമിച്ചിരുന്നായിരുന്നു. നീറ്റ് പരീക്ഷയുടെ ആദ്യ അലോട്ട്മെന്റ് വന്നപ്പോൾ അച്ഛനും മകൾക്കൊപ്പം MBBS അഡ്മിഷനും റെഡിയായി. എന്തായിരുന്നു സാറിൻ്റെ ആ ഒരു ലക്ഷ്യവും ആ ഒരു ഇത് വേണം നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. MBBS എന്നായിരുന്നെങ്കിലും BTech എന്നുള്ള വീട്ടുകാരുടെ നിർബന്ധത്തിലൊക്കെ സാറിന് BTech എടുക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ജോലി സാറ് എത്തി. എങ്കിലും ആ ഒരു തീ, ഒരു കനൽ അത് അണയാതെ സൂക്ഷിക്കാൻ സാറിന് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇപ്പോൾ അത് കത്തിജ്വലിച്ചത് എങ്ങനെയാണ്? നമസ്കാരം, എൻ്റെ പേര് ലഫ്റ്റനന്റ് കേണൽ R. മുരുകയ്യനാണ്. ഞാൻ BPCL കൊച്ചി റിഫൈനറിയിലെ ചീഫ് മാനേജറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഞാൻ +2 പഠിക്കുന്ന വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 ആണ്. അന്ന് ഇങ്ങനെ എൻട്രൻസ് എഴുതാനും പറഞ്ഞ് വന്നപ്പോൾ വീട്ടുകാരെല്ലാം പറഞ്ഞത് എനിക്ക് എഞ്ചിനീയർ ആയാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് ഡോക്ടർ ആണെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്ന, പക്ഷേ വീട്ടുകാരെല്ലാം എന്നെ എഞ്ചിനീയർ ആക്കണമെന്നാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് മാത്രമാണ് എഴുതിയത്. എഴുതി PH കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂരിൽ ജോയിൻ ചെയ്തു. 86 to 90 എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇവിടെ BPCL കൊച്ചി റിഫൈനറി, അന്ന് കൊച്ചിൻ റിഫൈനറീസ് എന്നാണ് അറിയപ്പെടുന്നത്. 91 ഇവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ വന്നിട്ട് LLB ഡിഗ്രി എടുത്തു. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ LLM എടുത്തു. മധുരൈ കാമരാജറിലെ യൂണിവേഴ്സിറ്റിയിലെ MBA എടുത്തു. ഞാൻ ജനിച്ചതെന്ന് വെച്ചാൽ വില്ലേജിലാണ്. വടക്ക് കോട്ടയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജാണ്, തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ, തമിഴ്നാട്ടിലെ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ പൂവർ പീപ്പിൾ വില്ലേജിലെ ഈ മെഡിക്കൽ ഫെസിലിറ്റീസും ഇതെന്ന് വെച്ചാൽ 18 കിലോമീറ്റർ ദൂരെ പോയിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ ബേസിക് മെഡിക്കൽ ഫെസിലിറ്റി പോലും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കിടക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 2018 ആകുമ്പോൾ ഒരു ന്യൂസ് ഞാൻ വായിച്ചു. ചില വിദ്യാർത്ഥികൾ ഡൽഹി ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, പ്രായപരിധി റദ്ദാക്കണം, 25 വയസ്സ് വരെയുള്ളവർക്ക് നീറ്റ് എഴുതാൻ പറ്റുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹൈക്കോടതി ഒരു ഇൻറ്ററിം ഓർഡർ കൊടുത്തു, പ്രായപരിധി ഇല്ലാതെ എല്ലാവരെയും അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വർഷം വന്ന നോട്ടിഫിക്കേഷനിൽ ഞാൻ അത് കണ്ടു. ഞാൻ പോയി അത് അപ്ലൈ ചെയ്തു. പരീക്ഷയും എഴുതിയായിരുന്നു 2018 നീറ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം മോള് വന്ന് ബ്രില്യൻ്റിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ദേവറയിൽ അവിടെ വന്ന് ലോങ് ടേം കോഴ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ കോച്ചിങ് അതായിരുന്നു ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാളയുടെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ മോളിലെ പ്രോസ്പെക്ടസ് എടുത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു നീറ്റ് പരീക്ഷയ്ക്കുള്ളത് 2021. അപ്പോൾ എൻ്റെ കണ്ണ് നേരെ പോയത് ഈ അപ്പർ ഏജ് ലിമിറ്റിലേക്കാണ് പോയത്. പണ്ടേ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം ഈ പ്രായപരിധി ഇല്ലാതെ പരീക്ഷ എഴുതാം, ആർക്കും എഴുതാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടു. അപ്പോൾ തന്നെ ഞാൻ മോളോട് പറഞ്ഞു, ഞാൻ മോളുടെ കൂടെ എഴുതാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ മോള് ജോക്കിങ്, അത് കളിയാക്കാണോ പറഞ്ഞിട്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒരു ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും എഴുതാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ എഴുതി റിസൾട്ട് പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ളതാണ്. എന്താണ് ഇതൊന്ന് എഴുതി നോക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും മോളും അടുത്തടുത്ത നമ്പർ കിട്ടണം, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അടുത്തടുത്ത നമ്പർ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അവർ രാത്രി ഒരു 2 മണിക്ക് എഴുന്നേച്ച് അടുത്ത 2 ലാപ്ടോപ്പിലെ എല്ലാ ആപ്ലിക്കേഷനിലും അടിച്ചു വെച്ചു. അവർ 2 ഒരു സബ്മിറ്റിന് കൊടുത്തു. ആദ്യം എൻ്റെ നമ്പർ വന്നു, അടുത്തത് മോളുടെ നമ്പർ, അടുത്തടുത്ത നമ്പർ അപ്പൊ മോൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. അടുത്തടുത്ത നമ്പർ ആണെങ്കിൽ അച്ഛൻ വന്ന് എൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ 2 പേർക്കും ഒരേ സെന്റർ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നപ്പോൾ അവസാനം എനിക്ക് ശ്രീനാരായണ ഗുരുകുൽ വിദ്യാലയ എറൂറിലും മോൾക്ക് കോതമംഗലം ശോഭന കോളേജിൽ റാൻഡം ഓർഡർ തന്നെയാണ് എടുക്കാറുള്ളത്. ഇതുപോലുള്ള എന്തെങ്കിലും ജെനുവിൻ ഇഷ്യൂ ഉണ്ടാകുന്ന വെച്ചാൽ റാൻഡം ഓർഡറിൽ തന്നെ എഴുതി 2 എക്സാം സെന്റർ ആയിരുന്നു അല്ലേ? അതെ. അങ്ങനെ 2 പേർ 2 സെന്ററിൽ പോയി. ഞാൻ ശ്രീനാരായണ ഗുരുകുൽ വിദ്യാലയം ഒന്ന് ക്യൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പേരൻസ് സൈഡിൽ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, പേരൻസ് എല്ലാം ക്യൂവിലൊന്ന് മാറി നിൽക്കണം. ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, സാറോട് പറഞ്ഞ് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പേരൻസിന് പോകാൻ പറഞ്ഞിട്ട് പോയില്ലല്ലേ, ഞാൻ പേരൻ്റ് അല്ല, ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി നെട്ടി.
അത് കഴിഞ്ഞിട്ട് ഒരു 4-5 പേരായിട്ട് വന്നു. പിന്നെ അപ്പോൾ അവിടെ ന്യൂസ് അപ്പം തന്നെ വൈറലായി. എന്ന് വെച്ചാൽ ഒരു ഏജ് ആയിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പോയി പരീക്ഷ എഴുതി. പിന്നെ നവംബർ 1-ാം തീയതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ 2 പേരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MBBS കിട്ടാനുള്ള അർഹതയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് MCCയുടെ ആൾ ഇന്ത്യ കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് മോളോട് പറഞ്ഞു. അവൾ പോയി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോഴും അതിൽ കുറേ കാര്യങ്ങൾ അവർ ഡേറ്റ പുറത്തെല്ലാം 1990 വരെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപ്ലൈ പോലും ചെയ്യാൻ പറ്റാത്തതായി. അവരുടെ ഡേറ്റാബേസ് ചെയ്തവർക്ക് പോലും 90 വരെ ഉണ്ടായിരുന്നില്ല. ഞാൻ 68. പിന്നെ ഞാൻ അവർക്ക് മെയിൽ എഴുതി 2 ദിവസമേ ഉള്ളൂ, നിങ്ങൾ ഇത് ഉടനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇത് ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ അവരെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ജനുവരി 27-ാം തീയതി ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടത്. പിന്നെ ജിസ്മയുടെ കാൻഡിഡേറ്റ്സ് വെച്ചിട്ട് എന്തോ ഒരു കേസ് വെച്ചിട്ട് പിന്നെ അത് പിൻവലിച്ചു. അപ്പോൾ 2 പേർക്കും അലോട്ട്മെൻറ്റ് കിട്ടി. മോൾക്ക് പാണ്ടിച്ചേരിയിലുള്ള വിനായക മിഷൻ മെഡിക്കൽ കോളേജിലും എനിക്ക് ചെന്നൈയിലുള്ള ശ്രീ ലളിതാംബിക മെഡിക്കൽ കോളേജിലാണ് MBBS കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 പേർക്കും ഈ 2 കോളേജിലെ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത് ഭയങ്കര വലിയ സന്തോഷമാണ്. മോൾക്ക് എപ്പോഴെങ്കിലും അച്ഛൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു ആർജവം, അതിനെക്കുറിച്ച് എങ്ങനെ നോക്കിക്കണ്ടോ? അതൊരു അഭിമാനമല്ലേ തോന്നിയത്? അച്ഛൻ ഈ പ്രായത്തിലും ഈ ഒരു വർക്ക് ചെയ്ത് ആ ഒരു നേട്ടത്തിലോട്ട് എത്തുന്നതിൽ ആദ്യം നോക്കിക്കണ്ടപ്പോൾ എന്ത് തോന്നി? ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അത് സീരിയസ് ആണ് എന്ന് മനസ്സിലായി അല്ലേ? ആദ്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ഛനും എക്സാം ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ കളിയാക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറെ ടെക്സ്റ്റ് ഒക്കെ വായിക്കായിരുന്നു, NCERT വായിക്കായിരുന്നു. ശരിക്കും അതൊരു ഭയങ്കര, അത് മോക്കും ഒരു അനുഗ്രഹമായി. കാരണം പരസ്പരം ഡിസ്കസ് ചെയ്യുകയും അതൊരു വാശിയായിട്ട് ചെയ്തു എന്ന് ഇടയ്ക്ക് സാർ പറഞ്ഞിട്ടുണ്ട്. അതെ സാർ, ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കുറെ ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയായിരുന്നു. പിന്നെ ബ്രില്യന്റ് ടെസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ എഴുതി നോക്കിയായിരുന്നു. അപ്പൊ എഴുതി നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായ, അപ്പൊ അച്ഛനെ പവർഫുൾ ഗ്രാസ്പിംഗ് പവർ പെട്ടെന്നുണ്ട്. മോക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിരുന്നു അച്ഛൻ കൂടുതൽ റാങ്കിൽ എത്തും എന്നൊരു പേടി തോന്നിയിരുന്നു? ഉണ്ടായിരുന്നു. ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കിയപ്പോൾ പിന്നെ ചിലപ്പോൾ സബ്ജക്ട് വൈസ് മാർക്ക് നോക്കുമ്പോൾ ബയോളജി. അച്ഛൻ ഏതിലാണ് കൂടുതൽ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഏതിലാണ്? ബയോളജിയിലായിരുന്നു കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ബയോളജിയിൽ മാർക്ക് കുറഞ്ഞപ്പോൾ അപ്പൊ എനിക്കൊരു പേടി തോന്നിയായിരുന്നു. അപ്പോൾ ഫൈനൽ എക്സാമിന് അങ്ങനെ ആവോ, എനിക്ക് കൂടുതൽ കിട്ടുമോ, അത് അച്ഛൻ്റെ കൂടുതൽ കിട്ടുമോ എന്ന് പേടി ഉണ്ടായിരുന്നു. 2 പേരും എഴുതി. ഈ നീറ്റ് എക്സാം ഇത്തവണ കമ്പാരിറ്റീവ്ലി ടഫ് ആയിരുന്നു. 2020 നീറ്റ് എക്സാം ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ്. ഇപ്പോൾ മോശമാണെന്നല്ല, ഇത് വളരെ ഇതാണ്. അതിനേക്കാളും നീറ്റ് 2020 പോലെയൊക്കെ ആണെങ്കിൽ വളരെ ഹൈലി ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് വരേണ്ടിയിരുന്നത് അല്ലേ? അതെ, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കും എനിക്ക് 35 കൊല്ലം വ്യത്യാസമുണ്ട്. +2 കരിക്കുലറിലെ ഞാൻ പഠിച്ചത് അത് തന്നെ. ഇപ്പം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 1ാമത്തെ വർഷം 2ാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത് സിലബസ് എല്ലാം മാറിപ്പോയില്ല, എനിക്ക് ടച്ച് പോയില്ല. ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട്, ഇപ്പം ആയുർവേദം കഴിഞ്ഞിട്ട്, ഹോമിയോ കഴിഞ്ഞിട്ടും ഒക്കെ നീറ്റ് എഴുതാം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ആഗ്രഹിച്ച് പോയിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് എഴുതാതിരിക്കുന്നവരുണ്ട്. അവരൊക്കെ പറയുന്നത് ടച്ച് വിട്ടുപോയി. ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് നീറ്റ് എഴുതാം. അപ്പോൾ പറയുന്ന ന്യായം ടച്ച് വിട്ടുപോയി, എനിക്ക് ആ സബ്ജക്റ്റ് വിട്ടുപോയി. 35 വർഷം മുമ്പ് പഠിച്ച ഒരു സിലബസ് ഇപ്പോൾ മകൾ പഠിച്ചത് കേട്ടാണ് നീറ്റ് 2021 ക്രാക്ക് ചെയ്തത്, ഈ അച്ചീവ്മെന്റിൽ എത്തിയത് അല്ലേ? അതെ, അത് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് സിലബസ് ആണ് ഞാൻ പഠിച്ചത്. NCERT ബേസ്ഡ് പോലും അല്ല ആക്ച്വലി. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ നീറ്റ് പ്രശ്നം പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും ഒരു മാച്ച് അല്ല. പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും വേറെയാണ്. ഞാൻ അതൊന്നും ഒരു കണക്കാക്കിയിട്ടില്ല. എന്തായാലും ഇത് മുന്നോട്ട് തന്നെ പോകണം, വന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ മോൾ ഓൾറെഡി ബ്രില്യൻറ്റിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾ പഠിക്കുമ്പോൾ എനിക്ക് സമയമില്ല. ഞാൻ ഓഫീസ് പോയിട്ട് വരുമ്പോൾ 8 മണി, രാത്രി 9, 10, 11 മണി മോളൊന്ന് പഠിച്ചുകൊണ്ടിരിക്കും. രാത്രി 1 മണി 2 വരെയൊക്കെ പഠിക്കും. അപ്പം എനിക്കൊന്നും പഠിക്കാനേ സമയമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു ഉറക്കെ പഠിക്കൂ, ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ മോൾക്കും പഠിച്ച് കുറേ ഇതായി. പിന്നെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇപ്പോൾ ഈ ബ്രില്യൻറ്റിലെ തന്നെ സോഫ്റ്റ് കോപ്പിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ തന്നെ വായിക്കുന്നത് പോലെ ഞങ്ങൾ 2 പേരും കേൾക്കണം. വലിയ ടിവിയിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പഠിത്തം. ആക്ച്വലി ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഇനി സാറിന്റെ മനസ്സിൽ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നേടാനായിട്ട്, ഇങ്ങനെ അക്കാഡമിക്കലി നേടാനായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇനിയും സാറിന്? ഇപ്പൊ ഞാൻ വർക്കിങ്ങിലാണ്. അപ്പോൾ കമ്പനിയിലുണ്ട് ആക്ച്വലി. അപ്പോൾ എൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്ങർ ജനറേഷൻ, അതായത് പ്രായം ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ മെസ്സേജ്. പ്രായം ഒരു തടസ്സമല്ല. ഏത് വയസ്സായാലും അല്ലെങ്കിൽ എന്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഉദ്ദേശം എന്തായാലും, നമ്മുടെ ഒരു എയിം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും.
പറ്റണം. അത് അങ്ങനെ ഒരു എയിം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഗ്രാസ്പിംഗ് പവറിനൊക്കെ 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രാസ്പിംഗ് പവർ കുറവായിരിക്കും, നമ്മുടെ ഡെവലപ്മെന്റ് കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വെറും നിസ്സാരവൽക്കരിച്ചാണ് സാറിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ചെയ്തത്. നമ്മളെപ്പോലെ പറയുകയല്ല, ഇതാണ് എൻ്റെ ജീവിതം എന്ന് കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാറില്ല. ആക്ച്വലി ഓൾവേസ് തിങ്കിങ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്തും നേടാൻ പറ്റും. ആദ്യം നമ്മൾ വിചാരിക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടിയതുപോലെ തന്നെ ഭാവിക്കും. അപ്പോൾ അങ്ങനെ ഭാവിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ തന്നെ അങ്ങനെ ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. സാറിന്റെ ഓരോ അക്കാഡമിക്കും സാർ ജോലിക്ക് ഇടയിൽ തന്നെ നേടിയതാണ്, എല്ലാ ജോലിക്ക് ഇടയിൽ തന്നെ നേടിയതാണ്. ഇപ്പോൾ ജോലിയിൽ ഉള്ളത് കൊണ്ട് കമ്പനിയിലെ ലീവ് ചോദിക്കും. ലീവ് ചോദിച്ച് ലീവ് അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും സർവീസിൽ വന്ന് ചേരാൻ പറ്റും. ഈ MBBS കഴിഞ്ഞിട്ട് വീണ്ടും കമ്പനി തന്നെ വന്നിട്ട് മേ ബി ഒരു ഡോക്ടറായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ലീവ് കിട്ടിയോ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ യങ്കർ ജനറേഷൻ എല്ലാവരും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈവൻ ഇന്നലെ പോലും ഒരു ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാദറാണ്, എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അങ്ങനെ വിളിച്ചിരുന്നു. മോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് ബ്രില്യൻറ്റിൽ. സാർ ഒരു 5 മിനിറ്റ് കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഇന്നലെ മോള് പഠിച്ചത് കൊച്ചിൻ ട്രിപ്പണറി സ്കൂൾ. നമുക്കറിയാം ഒത്തിരി മോട്ടിവേറ്ററെ നമുക്കറിയാം ഇന്ന് യൂട്യൂബിലൂടെ. സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്നിരിക്കുന്നവർ കുറവായിരിക്കില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥ അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സിനും അല്ലെങ്കിൽ നീറ്റ് ചെയ്യുന്നവർക്കുള്ള യഥാർത്ഥ മോട്ടിവേഷൻ ഇത് തന്നെയാണ് അല്ലേ? മോള് പഠിച്ചത് കൊച്ചിൻ ട്രിപ്പണറി സ്കൂളിലാണ്. അവിടെ നിന്ന് PTA പ്രസിഡന്റ് ഇന്നലെ വിളിച്ചിരുന്നത്. സാറ് ഒരു ദിവസം പറയണം, വന്ന് ഒരു ക്ലാസ് എടുക്കണം പിള്ളേർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നന്ദി സാറേ, ഒത്തിരി നന്ദി. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുക, അത് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക, അത് ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് അതിനകത്തൊരു എന്താ പറയുന്ന ഒരു നിമിത്തമാകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. മോക്കും നമസ്കാരം, നന്ദി, നമസ്കാരം. നന്ദി സാർ. അപ്പോൾ ഇപ്പോൾ ബ്രില്യൻറ്റിലെ സ്റ്റഡി സെൻറ്റർ പാല ഞങ്ങളെ എന്നെയും മോളെയും വിളിച്ച് ഇങ്ങനെ ആദരിച്ചതിനും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കൊടുത്തതിന് ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ആക്ച്വലി ഐ ഫീൽ പ്രസ്റ്റീജിയസ് ആൻഡ് ഐ വിഷ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല very all the best and we let them succeed in their life and get കുറേ ഡോക്ടറുകൾ ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം. നമസ്കാരം. നീറ്റ് പരീക്ഷ എഴുതാമെന്ന സുപ്രീം കോടതി വിധി വന്നതോടുകൂടി മകൾക്കൊപ്പം MBBS പഠനം പൂർത്തിയാക്കി ഡോക്ടറാവാൻ തയ്യാറെടുക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായിരുന്ന R. മുരുകയ്യ. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.